അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. കണ്ണീരുകൊണ്ട് ദാരിദ്ര്യത്തിന്റെ ചിത്രം വരയ്ക്കുന്ന ഒരു കൂട്ടം മനുഷ്യരും ആഹാരം വലിച്ചെറിഞ്ഞ് ധൂർത്തടിക്കുന്ന മറുകൂട്ടരും. ഈ വൈരുദ്ധ്യമാണ് വികസിത സമൂഹത്തിലെ ഏറ്റവും വലിയ ശാപം. പട്ടിണിയും ഭക്ഷണ ആഡംബരവും വികസനത്തിലെ അസന്തുലിതത്വവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. നമുക്ക് തുടങ്ങാൻ ഒരു ചിന്ത. ഒരു പട്ടിണിക്കാരന്റെ കണ്ണീര് ഒരു ധൂർത്തന്റെ മേശപ്പുറത്ത് വീണാൽ തീയായി അത് പടരും. അതൊരു നീതി. ലോകത്ത് ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണത്തിന്റെ 1/3 ഭാഗം പാഴായി പോകുന്നു എന്നതാണ് കണക്ക്. ഒരു വശത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൈനീട്ടുന്ന പിഞ്ചു ബാല്യങ്ങളും, മറുവശത്ത് ഹോട്ടലുകളിലും വിവാഹ സദ്യകളിലും ചിതറിക്കിടക്കുന്ന അമിതാഹാരം. ഇതൊരു ധാർമ്മിക പ്രശ്നം മാത്രമല്ല, വികസനത്തിലെ ഗുരുതരമായ അസന്തുലിതത്വം കൂടിയാണ്. പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ കഴിയാത്ത നമ്മുടെ വികസനം ആർക്കു വേണ്ടിയാണ്? വികസനം റോഡുകളിലും കെട്ടിടങ്ങളിലും മാത്രമല്ല ഉണ്ടാകേണ്ടത്, ഓരോ മനുഷ്യന്റെയും വയറ്റിനുള്ളിലാണ്. മഹാത്മാഗാന്ധി പറയുന്നത് ഓർക്കുന്നുണ്ടോ? ലോകത്ത് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടത്രയുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹം തൃപ്തിപ്പെടുത്താൻ മാത്രം ഇവിടെയില്ല. നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തെല്ലാം ഒരു തുലാസിന്റെ 2 അറ്റങ്ങളിലാണ് ഇരിക്കുന്നത്. ഒരു വശത്ത് ഭാരം കൂടുന്നു, മറുവശത്ത് ഭാരം കുറഞ്ഞ് വായുവിൽ നിൽക്കുന്നു. ഈ തുലാസിന്റെ ബാലൻസ് തിരിച്ചു പിടിച്ചാൽ മാത്രമേ നമ്മുടെ വികസനത്തിന് ഒരു അർത്ഥമുണ്ടാവുള്ളൂ. പരിഹാരങ്ങൾ നമ്മളിൽ നിന്ന് തുടങ്ങണം. ഭക്ഷണം പാഴാക്കരുത്. അതൊരൊറ്റ ആളുടെ പ്രയത്നം മാത്രമല്ല, മറിച്ച് മണ്ണിന്റെയും വെള്ളത്തിന്റെയും പ്രകൃതിയുടെയും പങ്കാളിത്തമാണ്. പങ്കുവെക്കുക. അമിതം ആഹാരമുണ്ടെങ്കിൽ പട്ടിണിക്കാർക്ക് കൊടുക്കുക. ദൈവത്തിനോടും കർഷകരോടും നന്ദി പറയുക. നീതിക്ക് വേണ്ടി ശബ്ദിക്കുക. ഒരു കവി ചോദിച്ചതുപോലെ, വയറു നിറഞ്ഞോനീ, നീ എറിയും ചീത്തയാഹാരം അതൊരു പാവത്തിന്റെ നാളത്തെ നിക്ഷേപം. നിന്റെ ഒരു പിടി ചോറ് മറ്റൊരാളുടെ ജീവിതമാണ്. അതിനാൽ ധൂർത്തല്ല, പങ്കിടലാണ് യഥാർത്ഥ മതം. കൂട്ടുകാരെ, നമ്മുടെ രാജ്യത്തിന് യഥാർത്ഥ വികസനം വേണമെങ്കിൽ എല്ലാ മനുഷ്യരുടെയും വിശപ്പ് ഇല്ലാതാകണം. പട്ടിണിയില്ലാത്ത, ധൂർത്തില്ലാത്ത നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം. നന്ദി.